മുക്താനി തേന ചാസ്ത്രാണി ദിവ്യാനി പരമേശ്വരി ബഭജ്ഞലീലയേവോഗ്രാം ഹൂങ്കാരോച്ചാരണാദിബീം. മുക്താനി തേന ചാസ്ത്രാണി ദിവ്യാനി പരമേശ്വരി ബഭജ്ഞ ലീലയൈവോഗ്ര ഹൂങ്കാരോച്ചാരണാദിബി. തേന അവനാൽ മുക്താനി ദിവ്യാനി അസ്ത്രാണി മുക്തങ്ങളായ ദിവ്യങ്ങളായ അസ്ത്രങ്ങളെ പരമേശ്വരീച്ച പരമേശ്വരിയും ഉഗ്ര ഹൂങ്കാര ഉച്ചാരണാദിബി ഉഗ്രമായ ഹൂങ്കാര ഉച്ചാരണാദികളാൽ ലീലയാ ഏവാ ബഭജ്ഞ ലീലയായി തന്നെ ഭജിച്ചു. ശുംഭൻ അയച്ച ദിവ്യാസ്ത്രങ്ങളെ പരമേശ്വരിയായ ദേവി ഉഗ്രമായ ഹൂങ്കാര ഉച്ചാരണം തുടങ്ങിയവ കൊണ്ട് അനായാസമായിട്ട് ഭഞ്ജിച്ചു. ദിവ്യാസ്ത്രങ്ങൾ മന്ത്രശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്. മന്ത്രദേവതകളാകട്ടെ പരമേശ്വരിയുടെ വിഭൂതികളുടെ അല്പമാത്രമായ അംശങ്ങളുമാണ്. ദേവിയെ പീഡിപ്പിക്കാൻ അവർക്ക് കഴിവില്ല. അവയെ ഭഞ്ജിക്കാൻ ഹും എന്നുച്ചരിക്കുകയേ വേണ്ടൂ. ദിവ്യം വർഷസഹസ്രം തു ഗതമാസീദ്വിശാംപദേ വിമാനസ്ഥോ തദോ ദേവാം ഋഷയശ്ച ബഭാഷിരേ ന ചാപ്യേവം വിധം യുദ്ധം പ്രാഗാസീത് ഭവിതാന ചാം. ഇതൊരു അർത്ഥശ്ലോകമാണ്. ദിവ്യം വർഷസഹസ്രം തു ഗതമാസീത് വിശാംപദേ വിമാനസ്ഥാ തദോ ദേവാ ഋഷയശ്ച ബഭാഷിരേ ന ചാപ്യേവം വിധം യുദ്ധം പ്രാഗാസീത് ഭവിതാനച്ചാം. ഹേ രാജൻ, ഈ യുദ്ധം ദിവ്യം വർഷസഹസ്രം 1000 ദിവ്യ സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഗതമാസീത് അവസാനിച്ചില്ല. ഇങ്ങനെയൊരു യുദ്ധം മുമ്പ് ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന് വിമാനസ്ഥരായ ദേവന്മാരും ഋഷിമാരും തമ്മിൽ ബഭാഷിരെ പറഞ്ഞു. തദശരശതൈർദേവീ ആച്ഛായതസോസുരാം സാപി തത്കുപിതാ ദേവി ധനുച്ഛിച്ഛേദ ചേക്ഷുഭി. തദശരശതൈർദേവി ആച്ഛാദയതസോ അസുര സാപി തത് കുപിതാദേവി ധനു ചിച്ഛേദ ചൈക്ഷുഭി. തഥ അപ്പോൾ സാ അസുരൻ ശരശതേ 100 ശരങ്ങൾ അല്ലെങ്കിൽ അസംഖ്യം അമ്പുകളാൽ ദേവിയും ആച്ഛാദയത ദേവിയെ മൂടി. തത് കുപിത അത് നിമിത്തം കുപിതയായ അവൻ്റെ നേരെ കോപിച്ച എന്നും അർത്ഥമുണ്ട്. സാ ദേവി അഭി ആ ദേവിയും ഇക്ഷുഭി ബാണങ്ങളാൽ ധനു ചിച്ഛേദ ച വില്ലിനെ മുറിക്കുകയും ചെയ്തു. അപ്പോൾ ശുംഭാസുരൻ അസംഖ്യം ശരങ്ങളാൽ ദേവിയെ മൂടി. അതുമൂലം കുപിതയായ ദേവി ബാണങ്ങളാൽ അവൻ്റെ വില്ല് മുറിച്ചു. ചിന്നേ ധനുഷി ദൈത്യേന്ദ്രാം തഥാ ശക്തിമദാദദേ ചിച്ഛേദ ദേവി ചക്രേണാം താമപ്യസ്യ കരേ സ്ഥിതാം. ചിന്നേ ധനുഷി ദൈത്യേന്ദ്ര തഥാ ശക്തിം അധാദദേ ചിച്ഛേദ ദേവി ചക്രേണ താമപ്യസ്യ കരേ സ്ഥിതാം. അഥ അപ്രകാരം ധനുഷി ധനുസ് ചിഹ്നമായപ്പോൾ അഥ ഉടനെ ദൈത്യേന്ദ്ര ദൈത്യരാജാവായ ശുംഭൻ ശക്തിം ആദദേ വേലിനെ എടുത്തു. അസ്യ കരേ സ്ഥിതാം അവൻ്റെ കയ്യിലിരിക്കുന്ന താമഭി അതിനെയും ദേവി ചക്രേണ ദേവി ചക്രത്താൽ ഛേദിച്ചു. വില്ല് ഛേദിക്കപ്പെട്ടപ്പോൾ ദൈത്യേന്ദ്രൻ ശക്തി കയ്യിലെടുത്തു. ശുംഭൻ്റെ കയ്യിൽ ഇരിക്കവേ തന്നെ ദേവി അതിനെ ചക്രം കൊണ്ട് മുറിച്ചു.